നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. നമുക്കെല്ലാം അറിയാം വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്ന്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ കൂടി ഒരു ഫ്ലെക്സ് കണ്ടു, ഒരു രസകരമായ ഫ്ലെക്സ്. LDF വന്നു, വിഴിഞ്ഞം ശരിയായി. സത്യം പറഞ്ഞാൽ എന്താണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആർക്കും അറിയില്ല. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിന് വേണ്ടി അടിപിടി കൂടുന്ന കമ്മിക്കൂട്ടങ്ങൾ. വിഴിഞ്ഞം പദ്ധതിയും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങും, അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന പൊതു സ്വകാര്യ പങ്കാളിത്ത അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ ഫണ്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. കേന്ദ്ര സർക്കാർ അതിനായി 7,923 കോടി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൽ 5,048 കോടി വിതരണം നൽകിയിട്ടുമുണ്ട്. കേരളത്തിൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ളതാണ് ഈ പദ്ധതി. തുറമുഖത്തിൽ വികസനത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് വായ്പയായി നൽകുന്ന 817 കോടി രൂപയാണ് ഇപ്പോൾ പോർട്ടിന് വേണ്ടി നൽകിയിട്ടുള്ളത്. 2028ഓടെ റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാകും. അദാനി വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കേരളത്തിന് ലാഭവിഹിതം ലഭിക്കുമ്പോൾ VGFന്റെ 20% വെച്ച് പലിശ സഹിതം 5 തവണകളായി ഫണ്ട് തിരിച്ചടയ്ക്കാനാണ് വ്യവസ്ഥ. അത് കേരള സർക്കാർ അംഗീകരിച്ച് ഒപ്പിട്ടതുമാണ്. ഗുജറാത്ത് അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെ പോർട്ട് നിർമ്മാണത്തിനും VGF വ്യവസ്ഥ ഇത് തന്നെയാണ്. തീർന്നിട്ടില്ല. ഇത് കൂടാതെ കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികളാണ് ജനങ്ങൾക്കായി മുന്നോട്ട് വെച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തുറമുഖ പ്രവേശന കവാടം സ്ഥിരപ്പെടുത്തുന്നതിനുമായി വിഴിഞ്ഞം തുറമുഖത്തിന് സമീപം 271 കോടി രൂപയുടെ മത്സ്യബന്ധന തുറമുഖം വരുന്നു. AVPPL നയിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ ബ്രേക്ക് വാട്ടറും ഫിഷറി ബെർത്തും ഉൾപ്പെടുന്നു. രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു ബ്രേക്ക് വാട്ടർ കൂടി കൂട്ടിച്ചേർക്കുന്ന പദ്ധതിയുമുണ്ട്. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ PMSSY പദ്ധതി പ്രകാരം കടലിൽ മത്സ്യം വളർത്തൽ പദ്ധതിയുമുണ്ട്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് 62.7 കിലോമീറ്റർ ദൂരം 5,000 കോടി ചെലവിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള പ്രധാന കോറിഡോർ ആയിരിക്കും ഈ പാത. ഇന്ത്യയിൽ ലൈറ്റ് ഹൗസ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ ലേസർ ദൃശ്യ ശ്രവ്യ പ്രദർശനം ആരംഭിക്കും. ലൈറ്റ് ഹൗസുകളിലെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ പ്രായമായവരെയും ഭിന്നശേഷിക്കാരെയും സഹായിക്കാൻ സജ്ജമാക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാതയ്ക്ക് അനുമതിയായി. 1,482.92 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. 2028 ഡിസംബറിന് മുമ്പായി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ഇനി കേരള സർക്കാർ എന്താണ് ചെയ്തത്? പോർട്ട് പണിയാൻ കരാറെടുത്ത കൺസ്ട്രക്ഷൻ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം നിർമ്മാണ കമ്പനിയായ അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് പോർട്ട് ലിമിറ്റഡ് 2019 നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത്. എന്നാൽ നിശ്ചിത സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. ഓഖി, പ്രളയം തുടങ്ങിയ കാരണങ്ങൾ കാരണം വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പിന് നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ കാരണത്താൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ പോർട്ട് പൂർത്തീകരിക്കാൻ 5 വർഷം കൂടി സമയം കേരളം നീട്ടി നൽകുമ്പോൾ ഈ കാലയളവിൽ പ്രതിബദ്ധതാ ഫീസായി കേരള സർക്കാർ AVPPLന് നൽകേണ്ടത് 219 കോടി രൂപ ഇക്വിറ്റി സപ്പോർട്ടിൽ നിന്നും തടഞ്ഞു വയ്ക്കാനും തീരുമാനമെടുത്തു. ഇങ്ങനെ മാറ്റിവെക്കുന്ന തുകയിൽ 4 വർഷത്തേക്കുള്ള തുകയായ 175.2 കോടി രൂപ പദ്ധതികളുടെ 2-3 ഘട്ടങ്ങൾ 2028 പൂർത്തിയാകും. AVPPLന് തിരികെ നൽകും. 1 വർഷത്തെ തുകയായ 43.8 കോടി രൂപ സംസ്ഥാന സർക്കാരിനും ലഭിക്കും. അതേസമയം കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം 2034 തന്നെ റവന്യൂ ഷെയറിംഗ് ആരംഭിക്കും. അദാനി വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കേരളത്തിന് ലാഭവിഹിതം ലഭിക്കുമ്പോൾ VGFന്റെ 20% വെച്ച് പലിശ സഹിതം 5 തവണകളായി ഫണ്ട് തിരിച്ചടയ്ക്കാനാണ് വ്യവസ്ഥ. ഇത് കേരള സർക്കാർ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തതുമാണ്. ഇനി നിങ്ങൾ പറയും, ആരാണ് ഈ പദ്ധതിക്ക് പൈസ നൽകുന്നത്? ആരാണ് നോക്കുകൂലി എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഉദ്ഘാടനത്തിന്റെ പേരിൽ CPM UDF അടിപിടി കൂടുമ്പോൾ ജനം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാന്റെ ഭാഗമായാണ് കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി വരുന്നത്. ഇത്രയും ഫണ്ടുകൾ കേന്ദ്രം ചെലവിടുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് മോശമാണ്. സംസ്ഥാന സർക്കാരിനോടാണ് ഞാൻ ഈ പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിയിലൂടെ കേരളത്തെ ആഗോള സമുദ്ര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതവർ നടത്തിയെടുക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഇന്ന് നടക്കുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.